ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 30 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാള ചലച്ചിത്ര നടൻ മോഹൻലാൽ. ആരാണ്? മോഹൻലാലാണ് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാള ചലച്ചിത്ര നടൻ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രഖ്യാപിച്ചത് എന്നാണ്? 2025 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ. അപ്പോൾ ആദ്യത്തെ മലയാളി ആരായിരുന്നു? അടൂർ ഗോപാലകൃഷ്ണൻ. ആരായിരുന്നു? അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി. അടൂർ ഗോപാലകൃഷ്ണന് എന്നാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്? 2004 എന്നാണ്? 2004 അടൂർ ഗോപാലകൃഷ്ണന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്താണ്? ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ ആജീവനാന്ത സംഭാവനകളെ മാനിച്ച് ഭാരത സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇന്ത്യൻ ചലച്ചിത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ 100ാം ജന്മവാർഷികം മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം എന്നാണ്? 1969 എന്നാണ്? 1969 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി തുടങ്ങിയത്. ആദ്യ ജേതാവ് ആരായിരുന്നു? ദേവിക റാണി. ആരായിരുന്നു? ദേവിക റാണിയായിരുന്നു ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ ആദ്യ ജേതാവ്. എന്നാണ് ദേവിക റാണിക്ക് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്? 1969. രണ്ടാമത്തെ ജേതാവ് ആരായിരുന്നു? BN സിൽക്കർ. 2022 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മിഥുൻ ചക്രവർത്തി. ആർക്കാണ്? മിഥുൻ ചക്രവർത്തിക്കാണ് 2022 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി നിയമിതനായത് CP രാധാകൃഷ്ണൻ. ആരാണ്? CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി നിയമിതനായത്. CP രാധാകൃഷ്ണന്റെ മുഴുവൻ പേര് എന്താണ്? ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ. എന്താണ്? ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്നാണ് CP രാധാകൃഷ്ണന്റെ മുഴുവൻ പേര്. CP രാധാകൃഷ്ണൻ തമിഴ്നാട് സ്വദേശിയാണ്. തമിഴ്നാട്ടിലെ തിരുപ്പൂർ സ്വദേശിയാണ് CP രാധാകൃഷ്ണൻ. തമിഴ്നാട്ടിൽ നിന്ന് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന 3ാമത്തെ വ്യക്തിയാണ് CP രാധാകൃഷ്ണൻ. എന്താണ്? തമിഴ്നാട്ടിൽ നിന്ന് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന 3ാമത്തെ വ്യക്തിയാണ് CP രാധാകൃഷ്ണൻ. 2025 സെപ്റ്റംബറിൽ നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് സുശീല കാർക്കി. ആരാണ്? സുശീല കാർക്കിയാണ് 2025 സെപ്റ്റംബറിൽ നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ് സുശീല കാർക്കി. 2025 PV നരസിംഹറാവു പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ മൻമോഹൻ സിംഗ്. ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് 2025 PV നരസിംഹറാവു പുരസ്കാരത്തിന് അർഹനായത്. PV നരസിംഹറാവു പുരസ്കാരം ഹൈദരാബാദ് ആസ്ഥാനമായുള്ള PV നരസിംഹറാവു മെമ്മോറിയൽ ഫൗണ്ടേഷനാണ് ഈ അവാർഡ് സ്ഥാപിച്ചത്. രാജ്യത്തെ സാമ്പത്തിക പരിഷ്കരണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് PV നരസിംഹറാവു അവാർഡ് നൽകുന്നത്. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ UAE ടീമിനു വേണ്ടി കളിക്കുന്ന മലയാളി ക്രിക്കറ്റ് താരം അലിഷാൻ ഷറഫു. ആരാണ്? അലിഷാൻ ഷറഫു ആണ് 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ UAE ടീമിനു വേണ്ടി കളിക്കുന്ന മലയാളി ക്രിക്കറ്റ് താരം. ദി ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് എന്ന നോവലിന്റെ രചയിതാവ് അമീഷ് ത്രിപാഠി. ആരാണ്? അമീഷ് ത്രിപാഠിയാണ് ദി ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് എന്ന നോവലിന്റെ രചയിതാവ്. മടങ്ങിയെത്തുന്ന തൊഴിലാളികൾക്ക് 1 വർഷത്തേക്കോ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്നതുവരെയോ പ്രതിമാസം 5000 രൂപ നൽകുന്ന ശ്രമശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഏത് സംസ്ഥാനമാണ്? പശ്ചിമ ബംഗാളാണ് മടങ്ങിയെത്തുന്ന തൊഴിലാളികൾക്ക് 1 വർഷത്തേക്കോ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്നതുവരെയോ പ്രതിമാസം 5000 രൂപ നൽകുന്ന ശ്രമശ്രീ പദ്ധതി ആരംഭിച്ചത്. ശ്രമശ്രീ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയ എല്ലാ കുടിയേറ്റ തൊഴിലാളികൾക്കും പുനരധിവാസം നൽകുക, മടങ്ങിയെത്തിയ എല്ലാ തൊഴിലാളികൾക്കും പ്രതിമാസം 5000 രൂപ ധനസഹായം നൽകുക, തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക, എല്ലാ കുടിയേറ്റ തൊഴിലാളികൾക്കും നൈപുണ്യ വികസനം നൽകുക, ബംഗാൾ സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ നൽകുക. എന്തൊക്കെയാണ് ശ്രമശ്രീ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയ എല്ലാ കുടിയേറ്റ തൊഴിലാളികൾക്കും പുനരധിവാസം നൽകുക, മടങ്ങിയെത്തിയ എല്ലാ തൊഴിലാളികൾക്കും പ്രതിമാസം 5000 രൂപ ധനസഹായം നൽകുക,
തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക. എല്ലാ കുടിയേറ്റ തൊഴിലാളികൾക്കും നൈപുണ്യ വികസനം നൽകുക. ബംഗാൾ സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ നൽകുക എന്നതൊക്കെയാണ് ശ്രമശ്രീ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ്. ആരാണ്? അനീഷ് ദയാൽ സിംഗ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത്. രാജ്യാന്തര നാണയനിധിയുടെ ഇന്ത്യയിൽ നിന്നുള്ള പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ മുൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ഊർജിത് പട്ടേൽ. ആരാണ്? ഊർജിത് പട്ടേലാണ് രാജ്യാന്തര നാണയനിധിയുടെ ഇന്ത്യയിൽ നിന്നുള്ള പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ മുൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ. പ്രഥമ ഖേലോ ഇന്ത്യ ജല കായികമേളയുടെ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം മധ്യപ്രദേശ്. ഏത് സംസ്ഥാനമാണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് പ്രഥമ ഖേലോ ഇന്ത്യ ജല കായികമേളയുടെ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം. പ്രഥമ ഖേലോ ഇന്ത്യ ജല കായികമേളയുടെ വേദി ഏതായിരുന്നു? ശ്രീനഗർ. ശ്രീനഗർ ആയിരുന്നു പ്രഥമ ഖേലോ ഇന്ത്യ ജല കായികമേളയുടെ വേദി. പ്രഥമ ഖേലോ ഇന്ത്യ ജല കായികമേളയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഹിമാലയൻ കിങ്ഫിഷർ. എന്തായിരുന്നു? ഹിമാലയൻ കിങ്ഫിഷർ ആയിരുന്നു പ്രഥമ ഖേലോ ഇന്ത്യ ജല കായികമേളയുടെ ഭാഗ്യചിഹ്നം. റെയിൽവേ ബോർഡിന്റെ ചെയർമാനും സിഇഒയുമായി വീണ്ടും നിയമിതനായ വ്യക്തി സതീഷ് കുമാർ. ആരാണ്? സതീഷ് കുമാറാണ് റെയിൽവേ ബോർഡിന്റെ ചെയർമാനും സിഇഒയുമായി വീണ്ടും നിയമിതനായത്. 2025 ഓണപ്രചാരണത്തിന്റെ ഭാഗമായി ലോക പ്രശസ്തമായ ലിയോണാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ എന്ന പെയിന്റിംഗ് കേരള തനിമ ഉൾപ്പെടുത്തി അവതരിപ്പിച്ചത് കേരള ടൂറിസം. ഏതാണ്? കേരള ടൂറിസമാണ് 2025 ഓണപ്രചാരണത്തിന്റെ ഭാഗമായി ലോക പ്രശസ്തമായ ലിയോണാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ എന്ന പെയിന്റിംഗ് കേരള തനിമ ഉൾപ്പെടുത്തി അവതരിപ്പിച്ചത്. മൊണാലിസയെ കസവ് സാരി ഉടുപ്പിച്ച് തലയിൽ മുല്ലപ്പൂവും ചൂടിച്ച ചിത്രമാണ് ടൂറിസം വകുപ്പിന്റെ പരസ്യത്തിലുള്ളത്. 2025 നെഹ്റു ട്രോഫി വള്ളംകളി കിരീട ജേതാക്കൾ വിയ്യപുരം ചുണ്ടൻ. ഏതാണ്? വിയ്യപുരം ചുണ്ടനാണ് 2025 നെഹ്റു ട്രോഫി വള്ളംകളി കിരീട ജേതാക്കൾ. 2025 ക്ലാസ് സമയങ്ങളിൽ മൊബൈൽ ഫോണുകളുടെയും മറ്റ് സ്മാർട്ട് ഉപകരണങ്ങളുടെയും ഉപയോഗം നിരോധിക്കുന്ന ബിൽ പാസാക്കിയ രാജ്യം ദക്ഷിണ കൊറിയ. ഏത് രാജ്യമാണ്? ദക്ഷിണ കൊറിയയാണ് 2025 ക്ലാസ് സമയങ്ങളിൽ മൊബൈൽ ഫോണുകളുടെയും മറ്റ് സ്മാർട്ട് ഉപകരണങ്ങളുടെയും ഉപയോഗം നിരോധിക്കുന്ന ബിൽ പാസാക്കിയ രാജ്യം. ഇന്റർ കോണ്ടിനെന്റൽ മ്യൂസിക് അവാർഡ്സിൽ ഏഷ്യൻ ഫോക്ക് വിഭാഗത്തിലെ മികച്ച ഗാനങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കുറുമാലിപ്പുഴ എന്ന ഗാനം രചനയും സംഗീത സംവിധാനവും ചെയ്ത മലയാളി അഞ്ജലി മുകുന്ദം. ആരാണ്? അഞ്ജലി മുകുന്ദമാണ് ഇന്റർ കോണ്ടിനെന്റൽ മ്യൂസിക് അവാർഡ്സിൽ ഏഷ്യൻ ഫോക്ക് വിഭാഗത്തിലെ മികച്ച ഗാനങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കുറുമാലിപ്പുഴ എന്ന ഗാനം രചനയും സംഗീത സംവിധാനവും ചെയ്ത മലയാളി. അനൂപ് കൃഷ്ണൻ സംവിധാനം ചെയ്ത കൺമഷി എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ ഭാഗമാണ് കുറുമാലിപ്പുഴ. എന്താണ്? അനൂപ് കൃഷ്ണൻ സംവിധാനം ചെയ്ത കൺമഷി എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ ഭാഗമാണ് കുറുമാലിപ്പുഴ. ഊർജ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച സംസ്ഥാന ഊർജ കാര്യക്ഷമതാ സൂചിക 2024 പ്രകാരം ഊർജ കാര്യക്ഷമതയിൽ 1ാമതുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്രയാണ് ഊർജ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച സംസ്ഥാന ഊർജ കാര്യക്ഷമതാ സൂചിക 2024 പ്രകാരം ഊർജ കാര്യക്ഷമതയിൽ 1ാമതുള്ള സംസ്ഥാനം. സംസ്ഥാനത്ത് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള ആദ്യ സർവകലാശാല ഹോസ്റ്റൽ സജ്ജീകരിച്ചത് MG യൂണിവേഴ്സിറ്റി. എവിടെയാണ്? MG യൂണിവേഴ്സിറ്റിയിലാണ് സംസ്ഥാനത്ത് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള ആദ്യ സർവകലാശാല ഹോസ്റ്റൽ സജ്ജീകരിച്ചത്. വേമ്പനാട് എന്നാണ് ഹോസ്റ്റലിന് നൽകിയിരിക്കുന്ന പേര്. എന്താണ്? വേമ്പനാട് എന്നാണ് ഹോസ്റ്റലിന് നൽകിയിരിക്കുന്ന പേര്. രാജ്യത്തെ വൈവിധ്യമാർന്ന ആദിവാസി ഗോത്ര ഭാഷകളുടെ AI തർജ്ജമയ്ക്ക് ആദിവാസി ക്ഷേമ മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആദിവാണി. ഏതാണ്? ആദിവാണിയാണ് രാജ്യത്തെ വൈവിധ്യമാർന്ന ആദിവാസി ഗോത്ര ഭാഷകളുടെ AI തർജ്ജമയ്ക്ക് ആദിവാസി ക്ഷേമ മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 2100 രൂപ നൽകി സാമ്പത്തികമായി സഹായിക്കുന്നതിനുള്ള ക്ഷേമ പദ്ധതിയായ ലാഡോ ലക്ഷ്മി യോജന ആരംഭിച്ച സംസ്ഥാനം ഹരിയാന. ഏത് സംസ്ഥാനത്തിലാണ്? ഹരിയാനയിലാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 2100 രൂപ നൽകി സാമ്പത്തികമായി സഹായിക്കുന്നതിനുള്ള ക്ഷേമ പദ്ധതിയായ ലാഡോ ലക്ഷ്മി യോജന ആരംഭിച്ചത്. ലോകത്തിലെ പ്രശസ്ത ചലച്ചിത്ര മേളകളിലൊന്നായ വാൻകൂവർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട P. അഭിജിത്ത് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി
ഐ എം രേവതി. ഏതാണ്? ഐ എം രേവതി എന്ന ഡോക്യുമെന്ററിയാണ് ലോകത്തിലെ പ്രശസ്ത ചലച്ചിത്ര മേളകളിലൊന്നായ വാൻകൂവർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പി അഭിജിത്ത് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി. എഴുത്തുകാരിയും ആക്ടിവിസ്റ്റും അഭിനേതാവുമായ ട്രാൻസ് വുമൺ എ രേവതിയുടെ ജീവിതമാണ് പി അഭിജിത്ത് സംവിധാനം ചെയ്ത ഐ എം രേവതി എന്ന ഡോക്യുമെന്ററിയുടെ ഇതിവൃത്തം. ആണവോർജ വകുപ്പ് സെക്രട്ടറിയും ആണവോർജ കമ്മീഷൻ ചെയർമാനുമായി രണ്ടാമതും നിയമിതനായത് ഡോക്ടർ അജിത് കുമാർ മൊഹന്തി. ആരാണ്? ഡോക്ടർ അജിത് കുമാർ മൊഹന്തിയാണ് ആണവോർജ വകുപ്പ് സെക്രട്ടറിയും ആണവോർജ കമ്മീഷൻ ചെയർമാനുമായി രണ്ടാമതും നിയമിതനായത്. അന്താരാഷ്ട്ര നാളികേര ദിനം എന്നാണ്? സെപ്റ്റംബർ 2. എന്നാണ്? സെപ്റ്റംബർ 2 അന്താരാഷ്ട്ര നാളികേര ദിനം. 2025 അന്താരാഷ്ട്ര നാളികേര ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? നാളികേരത്തിന്റെ ശക്തി കണ്ടെത്തൽ ആഗോള പ്രവർത്തനത്തിന് പ്രചോദനം. എന്തായിരുന്നു? നാളികേരത്തിന്റെ ശക്തി കണ്ടെത്തൽ ആഗോള പ്രവർത്തനത്തിന് പ്രചോദനം എന്നതായിരുന്നു 2025 അന്താരാഷ്ട്ര നാളികേര ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ്? സെപ്റ്റംബർ 8. എന്നാണ്? സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. 2025 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക. എന്തായിരുന്നു? ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു 2025 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം. 1967 മുതലാണ് ലോകമെമ്പാടും സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യ. ഏതായിരുന്നു? ഇന്ത്യ എന്നു 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ. ഫൈനലിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ജേതാക്കളായത്. ഇന്ത്യയുടെ 4ാം ഏഷ്യ കപ്പ് ഹോക്കി കിരീടമാണിത്. 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി എത്രാമത്തെ പതിപ്പായിരുന്നു? 12ാമത്തെ. 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി വേദി ഏതായിരുന്നു? ബീഹാർ ആയിരുന്നു 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി വേദി. 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ഭാഗ്യചിഹ്നം ഏതായിരുന്നു? ചന്ദ് എന്ന കടുവയായിരുന്നു 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ഭാഗ്യചിഹ്നം. 2025 സെപ്റ്റംബറിൽ 1000-ലേറെ ആളുകളുടെ മരണത്തിനു കാരണമായ ഭൂകമ്പം നടന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഏത് രാജ്യമായിരുന്നു? അഫ്ഗാനിസ്ഥാനായിരുന്നു 2025 സെപ്റ്റംബറിൽ 1000-ലേറെ ആളുകളുടെ മരണത്തിനു കാരണമായ ഭൂകമ്പം നടന്ന രാജ്യം. തമിഴ്നാട്ടിലെ 3ാമത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലം ഏതാണ്? ഏലത്തൂർ തടാകം. ഏതാണ്? ഏലത്തൂർ തടാകമാണ് തമിഴ്നാട്ടിലെ 3ാമത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലം. തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലാണ് ഏലത്തൂർ തടാകം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലാണ് ഏലത്തൂർ തടാകം സ്ഥിതി ചെയ്യുന്നത്. 2025 കേരള ക്രിക്കറ്റ് ലീഗ് കിരീട ജേതാക്കൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ഏത് ടീമായിരുന്നു? കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആയിരുന്നു 2025 കേരള ക്രിക്കറ്റ് ലീഗ് കിരീട ജേതാക്കൾ. ഫൈനലിൽ കൊല്ലം സെയിലേഴ്സിനെ പരാജയപ്പെടുത്തിയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കിരീടം സ്വന്തമാക്കിയത്. 2025 കേരള ക്രിക്കറ്റ് ലീഗിന്റെ എത്രാമത്തെ പതിപ്പായിരുന്നു? 2ാമത്തെ പതിപ്പായിരുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് 2025 ഔദ്യോഗിക ചിഹ്നങ്ങൾ ഏതൊക്കെയായിരുന്നു? ബാറ്റ് ഏന്തിയ കൊമ്പൻ, മലമുഴക്കി വേഴാമ്പൽ, ചാക്യാർ. ഏതൊക്കെയായിരുന്നു? ബാറ്റ് ഏന്തിയ കൊമ്പൻ, മലമുഴക്കി വേഴാമ്പൽ, ചാക്യാർ എന്നിവയൊക്കെയായിരുന്നു കേരള ക്രിക്കറ്റ് ലീഗ് 2025 ഔദ്യോഗിക ചിഹ്നങ്ങൾ. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സായി നിയമിതനായത് TCA കല്യാണി. ആരാണ്? TCA കല്യാണിയാണ് 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സായി നിയമിതനായത്. ഇന്ത്യയുടെ കാർഷിക ഭക്ഷ്യ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി കാർഷിക സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി ആരംഭിച്ച സംരംഭം ഭാരതി. ഏതാണ്? ഭാരതിയാണ് ഇന്ത്യയുടെ കാർഷിക ഭക്ഷ്യ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി കാർഷിക സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി ആരംഭിച്ച സംരംഭം. 2025 രമൺ മഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. ഏതാണ്? എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലിയാണ് 2025 രമൺ മഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടന. മഗ്സസെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. പിന്നാക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. ആരംഭിച്ചത് ആരാണ്? സഫീന ഹുസൈൻ. ആരാണ്? സഫീന ഹുസൈനാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി ആരംഭിച്ചത്.
ആരംഭിച്ച വർഷം എന്നാണ് 2007 എന്നാണ്. 2007 എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി ആരംഭിച്ചത്. ആസ്ഥാനം എവിടെയാണ്? രാജസ്ഥാൻ. എവിടെയാണ്? രാജസ്ഥാനിലാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലിയുടെ ആസ്ഥാനം. രമൺ മഗ്സസെ പുരസ്കാരത്തിന് അർഹരായ മറ്റ് വിജയികൾ ആരൊക്കെയാണ്? ഷാഹിന അലിയും ഫ്ലാവിയാനോ അന്റോണിയോ എൽ വില്ലനുവേവ. ആരൊക്കെയാണ്? ഷാഹിന അലിയും ഫ്ലാവിയാനോ അന്റോണിയോ എൽ വില്ലനുവേവ എന്നിവരുമാണ് 2025 രമൺ മഗ്സസെ പുരസ്കാരത്തിന് അർഹരായത്. ഇതിൽ ഷാഹിന അലി മാലിദ്വീപിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകയും അതുപോലെ ഫ്ലാവിയാനോ അന്റോണിയോ എൽ വില്ലനുവേവ ഫിലിപ്പീൻസിലെ സാമൂഹ്യ പ്രവർത്തകനും പുരോഹിതനുമാണ്.